നമസ്കാരം പ്രിയരെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു അടിപൊളി കഥയിലേക്ക് എന്റെ എല്ലാ മിത്രങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് അരുൺ. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ. സന്തോഷം, സന്തുഷ്ട കുടുംബം. എനിക്ക് 28 വയസ്സായി. ടൗണിൽ ഒരു കട നടത്തുന്നു. വിവാഹം കഴിച്ചിട്ടില്ല. അച്ഛൻ ഗൾഫിലായിരുന്നു. 30 വർഷകാലത്തെ ഗൾഫ് ജീവിതം മതിയാക്കി അച്ഛൻ മടങ്ങി വന്നത് അത്യാവശ്യം സമ്പാദ്യവും പലതരത്തിലുള്ള രോഗങ്ങളുമായിട്ടാണ്. സ്നേഹനിധിയായ ഒരു മനുഷ്യനായിരുന്നു എന്റെ അച്ഛൻ. 2 വർഷം കൂടുമ്പോൾ കിട്ടുന്ന 2 മാസത്തെ ലീവിന് അച്ഛൻ ഓടി വരും. തന്റെ ഭാര്യയുടെയും മക്കളുടെയും അടുത്ത് സന്തോഷത്തോടെ കുറച്ചു ദിവസം നിൽക്കാൻ. ഞാനും അനിയനും അച്ഛന്റെ വരവിനായി കൊതിയോടെ കാത്തിരിക്കും. അച്ഛനിപ്പോൾ 10-60 വയസ്സായി. അമ്മയ്ക്കൊരു 55 വയസ്സും കാണും. പഠിക്കാനൊക്കെ ഞാൻ അല്പം പുറകിലായിരുന്നു. അങ്ങനെയാണ് ടൗണിൽ ഒരു സ്പെയർ പാർട്സ് കട തുടങ്ങിയത്. 5 വർഷം മുമ്പ് തുടങ്ങിയ കട ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കടയിൽ ഒരു സ്റ്റാഫ് ഉണ്ട്, ഷിഹാബ്. ഞങ്ങൾ തമ്മിൽ മുതലാളി തൊഴിലാളി ബന്ധമൊന്നുമില്ല. ആത്മാർത്ഥ സുഹൃത്തുക്കളെ പോലെയാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും പരസ്പരം തുറന്നു പറയുന്ന നല്ല സുഹൃത്തുക്കൾ. ഷിഹാബ് എന്നേക്കാൾ മൂത്തതാണ്. ഒരു 10-35 വയസ്സ് പ്രായം കാണും. അച്ഛനാണെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ മുതൽ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് പാവം ഇങ്ങ് നിർത്തിപ്പോകുന്നതും. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എന്നുവേണ്ട സകലമാന അസുഖങ്ങളും. എന്തിനു പറയുന്നു, ബെഡ്റൂമിൽ പോലും അച്ഛൻ പരാജിതനായിട്ട് ഒരുപാട് കാലമായി. അത് അമ്മയെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതിസുന്ദരിയും ഒരു മാദകത്തിടമ്പുമായ അമ്മ ഗീത അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും നല്ലൊരു ഉത്തമ ഭാര്യയായി തന്നെ ജീവിച്ചു. എങ്കിലും അവരും മജ്ജയും മാംസവും ഒക്കെയുള്ള ഒരു സ്ത്രീയല്ലേ. ഇത്രയും കാലം തനിക്കും മക്കൾക്കും വേണ്ടി അന്യരാജ്യത്ത് കിടന്ന് കഷ്ടപ്പെട്ട ഭർത്താവിനെ വളരെ സ്നേഹത്തോടെ തന്നെയാണ് അമ്മ പരിചരിച്ചത്. കുറച്ചുനാൾ മുമ്പാണ് അച്ഛൻ എല്ലാം നിർത്തി നാട്ടിൽ സ്ഥിരതാമസമാക്കിയത്. വീട്ടുകാര്യങ്ങളെല്ലാം ഞാനാണ് നോക്കുന്നത്. അനിയൻ MBAക്ക് ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. അവന്റെ കാര്യവും ഇപ്പോൾ എന്റെ തലയിലാണ്. കുറച്ചൊക്കെ സമ്പാദ്യങ്ങൾ അച്ഛൻ ഗൾഫിൽ നിന്നുണ്ടാക്കിയിട്ടുണ്ട്. വീടിനോട് ചേർന്ന് ഒരു 1.5 ഏക്കർ വസ്തു മേടിച്ചിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് തേങ്ങയൊക്കെ കിട്ടും. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം അച്ഛൻ രാത്രിയിൽ അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറിയ ഒരു നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. പേടിച്ചുപോയ അമ്മ പെട്ടെന്ന് എന്നെ വിളിച്ചു. ഞാൻ ഓടി വന്ന് ഞാനും അമ്മയും കൂടി പെട്ടെന്ന് തന്നെ അച്ഛനെ അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോഴേക്കും അച്ഛന്റെ ഒരു വശം മുഴുവൻ തളർന്നു പോയിരുന്നു. പ്രഷർ കൂടിയതാണ് കാരണം. പൂർണ്ണമായി ഭേദപ്പെടാൻ കുറെ കാലം എടുക്കുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. കീഴ്ത്താടി ഒരു വശത്തേക്ക് കൂടിപ്പോയി. അതുകൊണ്ട് അച്ഛന് സംസാരിക്കാൻ കഴിയില്ല. അന്ന് രാത്രി ഞാനും അമ്മയും കൂടി ഉറക്കമുളച്ച് അച്ഛന് കാവലിരുന്നു. ഡ്യൂട്ടി ഡോക്ടർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് മെയിൻ ഡോക്ടർ വന്ന് അച്ഛനെ വിദഗ്ധമായി പരിശോധിച്ചു. 3-4 ദിവസം ഇവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞ് പുറത്തുനിന്ന് മേടിക്കാൻ കുറച്ച് മരുന്നിനും കുറിച്ചു കൊടുത്തിട്ട് ഡോക്ടർ പോയി. ഞാൻ മരുന്ന് വാങ്ങാനായി ഇറങ്ങിയപ്പോൾ അമ്മ ഒരു ചോറ്റുപാത്രം എടുത്ത് എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മോനെ, നീ മരുന്ന് മേടിച്ചോണ്ട് വരുമ്പോൾ 2 ചായയും കൂടി മേടിച്ചു. അച്ഛന് ആർച്ച് ശകലം കോരി കൊടുക്കാം. ഞാൻ പാത്രം വാങ്ങി കയ്യിൽ പിടിച്ചു. നിന്റെ കയ്യിൽ പൈസ ഉണ്ടോടാ? അമ്മയുടെ ചോദ്യം. ഉണ്ടമ്മേ, ഞാൻ പറഞ്ഞു. മോനൊരു കാര്യം ചെയ്, അത് നിന്റെ പോക്കറ്റിൽ ഇരിക്കട്ടെ. ഇനി ഇവിടെ എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യം വന്നാലോ? ഇന്നാ അമ്മയുടെ മൊബൈല്. അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്ത് മരുന്ന് മേടിയിര്. എത്രയാണെന്ന് വെച്ചാ ഗൂഗിൾ പേ ചെയ്തു കൊടുക്ക്. ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചു. അമ്മേ, ഇതിന്റെ ലോക്കും ഗൂഗിൾ പേയുടെ പാസ്വേഡും എത്രയാ? ഞാൻ ചോദിച്ചു. അമ്മ അതെല്ലാം പറഞ്ഞു തന്നു. ഞാൻ ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീനിൽ ചെന്ന് ചായക്ക് പറഞ്ഞ് പാത്രം അവിടെ കൊടുത്തിട്ട് തൊട്ടപ്പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയി. അവിടെ ചെന്ന് മരുന്നെല്ലാം വാങ്ങി അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്തു. ചായ എടുക്കാനായി ക്യാൻറ്റീനിലേക്ക് ചെന്നു. അവർ ചായ ഒഴിച്ചിട്ടില്ല. ഇപ്പൊ തരാം, പാലൊന്ന് തിളച്ചോട്ടെ, അവർ പറഞ്ഞു. ശരി, ഞാൻ അവിടെ ഇട്ടിരുന്ന കസേരയിലേക്ക് ഇരുന്നു. കയ്യിലിരുന്ന അമ്മയുടെ ഫോൺ വെറുതെ ലോക്കെടുത്ത് ഓരോന്ന് കണ്ടുകൊണ്ടിരുന്നു. വാട്സപ്പ് നോക്കിയപ്പോൾ കുറെ ഫാമിലി ഗ്രൂപ്പും അമ്മ കോളേജിലൊക്കെ പഠിച്ചപ്പോഴുള്ള അവരുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പും എല്ലാം ഉണ്ട്. അവർ കൂട്ടുകാരികളുടെ ഓരോ പഴയ കാലത്തെ കാര്യങ്ങളുടെ വോയിസ് ഒക്കെ കേട്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി. ഞാൻ അവിടെ ഇരുന്ന് ഓരോന്ന് കേട്ടു. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള അവരുടെയൊക്കെ ഓരോരോ കാര്യങ്ങൾ. എനിക്കതൊക്കെ കേട്ടപ്പോൾ ഒരു പ്രത്യേക രസം തോന്നി. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. നാദിറ എന്ന പേരിൽ ഒരു ചാറ്റിങ്. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വോയിസ് മെസ്സേജ് അതിൽ കിടക്കുന്നു.
അതിൽ നാദിറ അമ്മയ്ക്ക് അയച്ച ഒരു വോയിസ് മെസ്സേജ് ഞാൻ ഓപ്പൺ ആക്കി. എടി, ഞാനും നിന്നെ പോലെ തന്നെയാണ്. ഒന്നുമല്ലെങ്കിൽ നിന്റെ ഭർത്താവ് നിന്റെ കൂടുണ്ടെന്നെങ്കിലും പറയാം. എന്റെ കെട്ടിയവൻ മയ്യത്തായിട്ട് എത്ര വർഷമായെന്നറിയാമോ? ഞാനും നിന്നെ പോലെ കടിച്ചു പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയാമോടി? സത്യം പറഞ്ഞാൽ ആ വോയിസ് കേട്ട് എന്റെ കണ്ണ് തള്ളിപ്പോയി. എന്റെ ദൈവമേ, താൻ എന്താണ് ഈ കേട്ടത്? ഇതാരാ അമ്മയോട് ഇങ്ങനെയൊക്കെ പറയുന്ന ഈ സ്ത്രീ? ഇവർ ഏതാണ്? ഇവർ ആള് കൊള്ളാമല്ലോ. അപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത്. ഇത് തന്റെ അമ്മ എന്തോ പറഞ്ഞതിന് മറുപടിയായിട്ടാണ് ആ സ്ത്രീ ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് ഇട്ടത്. അപ്പോൾ അമ്മ എന്തായിരിക്കും അവരോട് പറഞ്ഞിട്ടുണ്ടാവുക? തൊട്ടുമുകളിൽ അമ്മയുടെ വോയിസ് കിടപ്പുണ്ട്. എനിക്കത് കേൾക്കാൻ ആകാംക്ഷയായി. അത് കേട്ടാൽ കാര്യങ്ങളൊക്കെ വ്യക്തമാകും. പക്ഷേ വേറൊരാളുടെ രഹസ്യങ്ങൾ അറിയുന്നത് മോശമല്ലേ? അതും തന്റെ അമ്മയുടെ. മനുഷ്യർക്കെല്ലാം അവരവരുടേതായ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ കാണുമല്ലോ. എന്നാലും അമ്മ എന്തായിരിക്കും അവരോട് പറഞ്ഞത്? അവർ പറഞ്ഞതുപോലുള്ള വാചകങ്ങളായിരിക്കുമോ? എന്തായാലും ഒന്ന് കേട്ടു നോക്കിയാലോ? ഞാൻ ചിന്തിച്ചു. അതിനൊരു പണിയുണ്ട്. ഈ മെസ്സേജ് എല്ലാം കൂടി എന്റെ മൊബൈലിലേക്ക് കയറ്റാം. വീട്ടിൽ ചെന്നിട്ട് വിശാലമായി കേൾക്കാം. ഞാൻ അതെല്ലാം എന്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്തു. ഒന്നും അറിയാത്തതുപോലെ അമ്മയുടെ മൊബൈൽ ഓഫ് ചെയ്ത് ചായ എടുത്തുകൊണ്ട് ഞാൻ റൂമിലേക്ക് പോയി. അച്ഛൻ കിടക്കുന്ന മുറിയുടെ വാതിക്കൽ ഞാനൊന്ന് നിന്നു. എന്നിട്ട് വാതിൽ പതുക്കെ തുറന്ന് അകത്തേക്ക് കയറി. കട്ടിൽ കിടക്കുന്ന അച്ഛന്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് അമ്മ. ഞാൻ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. വിഷാദ പാപത്തോടെ അമ്മ അച്ഛനെ നോക്കി ഇരിപ്പാണ്. ഇതാ അമ്മേ ചായ. അമ്മ എന്റെ കയ്യിൽ നിന്ന് ചായ മേടിച്ച് അടപ്പ് തുറന്നൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ചായ ഒഴിച്ചു. അത് ആറിച്ച് അച്ഛന്റെ അടുത്തിരുന്ന് ഒരു സ്പൂണ് കൊണ്ട് കോരി അച്ഛന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഞാനിതെല്ലാം നോക്കിക്കൊണ്ട് അടുത്ത ബെഡിലിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. പോയി ഈ ഡ്രസ്സെല്ലാം മാറി ഒന്ന് കുളിച്ച് ഫ്രഷായി വരാം. ശരിയടാ മോനെ, നീ എന്നാ പോയിട്ട് വാ. വരുമ്പോഴേ അമ്മയുടെ ഒരു നൈറ്റി കൂടി എടുത്തു. ഞാൻ മൂളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. വണ്ടിയും എടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ടു. എന്റെ മനസ്സ് മുഴുവൻ മൊബൈലിൽ കിടക്കുന്ന ആ വോയിസ് മെസ്സേജ് കേൾക്കാനുള്ള ആകാംക്ഷയിലായിരുന്നു. ഞാൻ വീട്ടിലെത്തിയതും പെട്ടെന്ന് കതക് തുറന്ന് അകത്തേക്ക് കയറി. ഫാനിട്ടതിനു ശേഷം സെറ്റിയിൽ വന്നിരുന്ന് ഫോൺ കയ്യിലെടുത്ത് ലോക്ക് മാറ്റി. എന്റെ മൊബൈലിലേക്ക് കയറ്റിയ വോയിസ് മെസ്സേജ് ഓരോന്നായി ഞാൻ കേട്ടു. അതിൽ അമ്മ പറഞ്ഞിരിക്കുന്ന വോയിസ് മെസ്സേജ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അമ്മ ഇതെല്ലാം അടക്കി പിടിച്ചിരുന്നേതോ ഇത്രയും നാൾ? കൊള്ളാമല്ലോ. എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ. ഞാൻ ഊറിച്ചിരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. എനിക്കാണെങ്കിൽ അമ്മയെ കാണുമ്പോഴൊക്കെ ആ വോയിസ് മെസ്സേജാണ് മനസ്സിലേക്ക് ഓടി വരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഈ നാദിറ ആരാ? എന്താടാ, നിനക്ക് അവളെ എങ്ങനെ അറിയാം? അവൾ എന്റെ കൂടെ കോളേജിൽ പഠിച്ചതാണ്. അല്ല, അമ്മയുടെ മൊബൈലിൽ ഓരോ വോയിസ് മെസ്സേജ് കിടക്കുന്നത് കണ്ടു. ഞാനത് പറഞ്ഞതും അമ്മയുടെ മുഖം വല്ലാതെയായി. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ പേടിക്കണ്ട, ഞാൻ എല്ലാമൊന്നും കേട്ടില്ല. പിന്നെ അമ്മയുടെ അവസ്ഥ എനിക്കറിയാമല്ലോ. വയറ് വിശന്നാൽ മുണ്ട് മുറുക്കി ഉടുക്കാം അമ്മേ. പക്ഷേ പെട്ടെന്ന് അമ്മ ചിരിച്ചുകൊണ്ട് എന്റെ വായ കുത്തി. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഉത്സവമായിരുന്നു.